നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പ്രത്യേക ഒരു വീഡിയോ കേട്ടോ. സാധാരണ ഇന്ന് ഭക്ഷണത്തിൻ്റെ അല്ല ഇടുന്നത്. നമ്മൾ ഒരു വർഷം മുമ്പ് കുമ്പുക്കൽ കുരുമുളകിൻ്റെ കൃഷി ആരംഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് PVC പൈപ്പുമേ കുരുമുളക് തൈക്കൾ കയറ്റിയിട്ട് അതിൻ്റെ പരിചരണം ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൽ നിറയെ കുരുമുളക് ഉണ്ടായി. ഇപ്പോൾ എന്നല്ല, കുറച്ച് നാൾ മുമ്പ് കുരുമുളകൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ ഈ കൃഷിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പിടിച്ചിട്ടിട്ടുണ്ട്. പല വീഡിയോസായിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുരുമുളകൊക്കെ കായ്ച്ചു. കുരുമുളക് കായ്ച്ചിട്ട് ഇപ്പോൾ ജൂൺ മാസമായില്ലോ. ജൂൺ മാസമായപ്പോൾ ഇനി കൂടുതൽ മഴ പെയ്യുമ്പോൾ കൂടുതൽ കായ്ക്കും. അപ്പം ഞങ്ങൾ ഈ കായ്ച്ച കുരുമുളകുകളൊക്കെ പറിച്ചെടുത്തു. കാരണം ഇനി പുതിയത് കായ്ക്കുമ്പോൾ ഇതും അതും കൂടിയിട്ട് ഒരുമിച്ച് ആവണ്ടെന്ന് വെച്ചിട്ട് കുറേ പറിച്ചെടുത്തു. അപ്പോൾ കുറച്ച് കുരുമുളക് മൂക്കാത്തതുണ്ടായിരുന്നു, ബാക്കിയുള്ളത് മൂത്തതായിരുന്നു. അങ്ങനെ അവരെ വേർതിരിച്ചെടുത്ത് സംസ്കരിച്ച്, അതായത് നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് ഉണക്കി ഞങ്ങൾ ഉപയോഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യണം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച് നമ്മളുടെ വീട്ടാവശ്യത്തിന് എടുക്കുകയാണ്. കുരുമുളക് നമുക്കറിയാലോ, നമ്മൾ പല കറികളിൽ നമ്മൾ കുരുമുളക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നല്ല പുറം രാജ്യക്കാർ, അതായത് ഫോറിനേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ പെപ്പർ പൗഡറാണ് ഉപയോഗിക്കുക എല്ലാത്തിനും. നമ്മൾ കുറേ ഈ ചില്ലി പൗഡറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ പെപ്പർ പൗഡർ ഉപയോഗിക്കാൻ തീരുമാനിച്ചു കൂടുതലായിട്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പെപ്പർ പൗഡർ പൊടിച്ച് ഞാൻ മേശപ്പുറത്ത് വെക്കുകയാണ്. കുറേ നാളത്തേക്കുള്ള പൗഡറായി കിട്ടും. കഴിയുമ്പോൾ വീണ്ടും പൊടിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ഞങ്ങൾ കടയിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ജൂൺ മാസത്തിൽ നല്ല മഴ പെയ്യുമ്പോൾ നിറയെ അത് കായ്ക്കാനായിട്ട് ഇടം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആ കുരുമുളകൊക്കെ പറിച്ചെടുത്തു കേട്ടോ. കുറച്ച് ദിവസത്തെ പണി ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ പോയി അത് പൊട്ടിച്ചെടുത്ത് അത് ചവിട്ടി അതിനെ മണിയാക്കി വേറെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കി ചെയ്തു കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളുടെ കുരുമുളക്. എല്ലാ പണിയും തീർന്ന കുരുമുളകാണ്. ഞാൻ സഞ്ചിയിലാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, സൂപ്പർ കുരുമുളക്. കുരുമുളക് ഉരുളും എന്ന് കേട്ടിട്ടില്ലേ കുരുമുളക്. ഇപ്പോൾ ഒരു പണികൾ കാണണ്ടേ. ഇതുപോലെ ഞങ്ങൾ പോയിട്ട് കുറച്ചായിട്ട് നുള്ളി കൊണ്ട് വന്നിട്ട് അതിങ്ങനെ ചവിട്ടി മണിയാക്കിയതിന് ശേഷം ഇങ്ങനെ ക്ലീനാക്കി. അപ്പോൾ അതിലുള്ള മൂക്കാത്തതൊക്കെ കളയണം, തുഴ കളയണം. അങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞിട്ട് മണികൾ മാത്രം എടുത്തു. ഇങ്ങനെ ചവിട്ടി കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടുമ്പോൾ ആദ്യമേ ഉള്ളതൊക്കെ നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് എടുക്കണം. അപ്പം ഞാനും ജയശ്രീയും കൂടി അത് ചെയ്യാം കേട്ടോ. ഇതെൻ്റെയാണ്, അത് ജയശ്രീയുടെയാണെന്നൊക്കെ പറയുകയാണ് ഞാൻ. അല്ല, കുരുമുളക് ഇതൊന്നല്ല കേട്ടോ. ഇങ്ങനെ ദിവസവും ഞങ്ങൾ കുറച്ച് പൊട്ടിച്ചു കൊണ്ടുവരും. പൊട്ടിച്ചു കൊണ്ട് അന്നന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കും. അതിനുശേഷം ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് ഉണക്കുമ്പോൾ നല്ല കളറ് കിട്ടാനും പൂപ്പിൽ വരാതിരിക്കാനുമായിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഇടും. അതായത് കലത്തിൽ നിറയെ വെള്ളം തിളപ്പിച്ചിട്ട് ഒരു നെറ്റിൽ ഇതാക്കിയിട്ട് ആ നെറ്റി വെള്ളത്തിൽ മുക്കും. 2-3 മിനിറ്റ് നേരം മുക്കി പിടിച്ച് കഴിഞ്ഞതിന് ശേഷം അതെടുക്കും. ഉൾഭാഗം വേവാൻ പാടില്ല കേട്ടോ. അതെടുത്തതിന് ശേഷം അത് വെയിലത്ത് വെച്ച് ഉണക്കി. വെയിലത്ത് വെച്ച് നന്നായിട്ട് ഒരു 3-4 ദിവസത്തെ വെയിൽ കൊണ്ടിട്ട് അത് ഉണങ്ങി കിട്ടി ഞങ്ങൾക്ക്. ഉണങ്ങി കിട്ടിയപ്പോൾ അതാണ് ഞാൻ സഞ്ചിയിൽ നിങ്ങളെ കാണിച്ചു തന്നത്. കണ്ടോ. അതിന് ശേഷം നമ്മളതിൽ നിന്ന് കൂരൊക്കെ മാറ്റണം. നല്ല മുഴുത്ത നല്ല പരിപ്പൊക്കെയുള്ള നല്ല കുരുമുളകാണ് ഈ സഞ്ചിയിലുള്ളത്. ഇത് ഞങ്ങൾ കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് 700 രൂപ കിലോന് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കൊടുത്തിട്ടില്ല. കുറച്ച് പൊടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ഈ ഗ്രൈൻഡറിൽ ഒരു പാത്രം നിറയെ എടുത്തിട്ട് പൊടിക്കാൻ തീരുമാനിച്ചു. ഈ പൊടി കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത പൊടിച്ച് വയ്ക്കാം.
കളറ് നോക്കോ എന്താ അണ്ടാ എന്താ ഇങ്ങനത്തെ കളർ ദിവസം എനിക്കറിയോ കഴുകി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കഴുകി വെച്ചാൽ നല്ല കളറുണ്ട് നല്ല എരിവും ഉണ്ട് കേട്ടോ. അപ്പം ഇതൊരു ചെപ്പിലാക്കി വെക്കാം.